ഒരു ഇന്ത്യൻ ആയുധം കണ്ട് ചൈനീസ് നാവികസേന എന്തിനാണ് ഇത്രയധികം വിറയ്ക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ രണ്ടാമത്തെ ബാച്ച് ഫിലിപ്പീൻസ് സ്വീകരിക്കുകയാണ്. സൗത്ത് ചൈന കടലിൽ ഫിലിപ്പീൻസിന് കരുത്തായി നമ്മുടെ ബ്രഹ്മോസ് എത്തിയപ്പോൾ അവിടെ രൂപപ്പെട്ട ആ മിസൈൽ മതിൽ എന്താണെന്ന് അറിയാമോ? ഇനി ചൈന നന്നായി വിയർക്കും. കാരണം ഈ തീരങ്ങളിൽ നിന്ന് ഏകദേശം 290 കിലോമീറ്ററിലധികം ചുറ്റളവിലുള്ള സമുദ്രമേഖല ബ്രഹ്മോസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആഹാ, ഇത് നമ്മൾ ഓരോ ഭാരതീയനും തല ഉയർത്തിപ്പിടിക്കാവുന്ന അഭിമാന നിമിഷമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ വരെ തോക്കിനും വെടിക്കോപ്പിനുമായും വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ക്യൂ നിന്നിരുന്ന നമ്മൾ ഇന്ന് ലോകത്തിന് മുന്നിൽ ആയുധം വിൽക്കുന്ന മുൻനിര രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇവ ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കുന്ന ആ രഹസ്യം എന്താണെന്ന് അറിയാമോ? ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ന് ഈ ആയുധത്തിനായി വരി നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? എല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൗത്ത് ചൈന കടലിൽ ചൈന കാട്ടിക്കൂട്ടുന്ന ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളും ഗുണ്ടായുസവും എത്രത്തോളമാണെന്ന്. അതെ, ലോകം മുഴുവൻ ഇത് കാണുന്നതാണ്. ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ ചെറിയ രാജ്യങ്ങളുടെ സമുദ്ര മേഖലകളിൽ ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുക, അവിടെ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് സൈന്യത്തെ വിന്യസിക്കുക, ആ പാവം രാജ്യങ്ങളുടെ സാധാരണ മീൻപിടുത്തക്കാരെ പോലും ഭയപ്പെടുത്തി ഓടിക്കുക, ഇതൊക്കെയായിരുന്നു ചൈനയുടെ പതിവ് രീതി. ഇനി ആരെങ്കിലും എതിർക്കാൻ ചെന്നാലോ കൂറ്റൻ യുദ്ധക്കപ്പലുകൾ കൊണ്ടുവന്ന് ഭയപ്പെടുത്തും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ചൈനയുടെ അതിശക്തമായ സൈന്യത്തോട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ തക്ക ആയുധബലമോ സാങ്കേതിക വിദ്യയോ ഈ ചെറിയ രാജ്യങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ ആ പഴയ ചരിത്രവും ഇന്നത്തെ അമ്പരപ്പിക്കുന്ന മാറ്റവും നമ്മൾ താരതമ്യം ചെയ്ത് കാണേണ്ടത്. പണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിരോധ രംഗത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ആയുധ ഇടപാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരുന്നിരുന്നത് കോടികളുടെ അഴിമതിയും ഇടനിലക്കാരുടെ കമ്മീഷൻ കഥകളുമായിരുന്നില്ലേ? ബോഫേഴ്സ് തോക്ക് ഇടപാട് മുതൽ കോടികൾ ചിലരുടെ സ്വകാര്യ പോക്കറ്റിലേക്ക് പോയ ആ കറുത്ത അധ്യായങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തമായി ലോക നിലവാരമുള്ള നല്ലൊരു ആയുധം പോലും രൂപകൽപ്പന ചെയ്യാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നിന്നിരുന്ന ഒരു പരിതാപകരമായ ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. അതെ, എല്ലാം പണ്ടായിരുന്നു. പണ്ട് പ്രതിരോധ ആവശ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം ശാസ്ത്രജ്ഞരുടെ അസാമാന്യ പ്രതിഭയിലും ആത്മവിശ്വാസത്തിലുമാണ് പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നത്. അതെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ ആശയങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. മുൻപ് തോക്കുകളും വെടിക്കോപ്പുകളും മാത്രം ഇറക്കുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് ലോകത്തിന് മുന്നിൽ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും കയറ്റി അയക്കുന്ന മുൻനിര രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് പ്രായോഗികമായി തെളിയിച്ച യാഥാർത്ഥ്യമാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2022 ഫിലിപ്പീൻസുമായി ഒപ്പുവെച്ച $375 മില്യൺ, അതായത് ഏകദേശം 3000 കോടിയിലധികം രൂപയുടെ ചരിത്രപരമായ ബ്രഹ്മോസ് കയറ്റുമതി കരാർ. കടലിൽ നിന്ന് കടന്നു വരുന്ന ശത്രു കപ്പലുകളെ കരയിൽ നിന്ന് തന്നെ അതീവ കൃത്യതയോടെ വെടിവെച്ചിടാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ സിസ്റ്റം. ഫിലിപ്പീൻസ് ഈ ആയുധം ഇന്ത്യയിൽ നിന്ന് വാങ്ങി തങ്ങളുടെ തന്ത്രപ്രധാനമായ തീരങ്ങളിൽ സ്ഥാപിച്ചതോടെ സംഭവിച്ചത് എന്താണ്? അങ്ങനെ തെക്കൻ ചൈന കടലിൽ ചൈനയുടെ അഹങ്കാരം നിറഞ്ഞ നീക്കങ്ങൾക്ക് വലിയൊരു പൂട്ട് വീണിരിക്കുന്നു. നോക്കൂ, ഇനി നമുക്ക് ചൈനീസ് നാവികസേനയെ വിറപ്പിക്കുന്ന ഈ ബ്രഹ്മോസിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് മനസ്സിലാക്കാം. കാരണം ആദ്യം തന്നെ ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ വിശുദ്ധമായ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരുകൾ സംയോജിപ്പിച്ചാണ് ബ്രഹ്മോസ് എന്ന പേര് ഉണ്ടായത്. പ്രധാനമായും 3 സൂപ്പർ പവറുകളാണ് ബ്രഹ്മോസിനുള്ളത്. ഒന്നാമതായി അതിഭീകരമായ വേഗതയാണ്, അതായത് സൂപ്പർസോണിക് സ്പീഡ്. ലോകത്തിലെ ഭൂരിഭാഗം മിസൈലുകളും സാധാരണ വിമാനങ്ങളുടെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ബ്രഹ്മോസ് പറക്കുന്നത് ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിലാണ്. അതായത് കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി ശത്രുവിനെ തകർക്കുമെന്ന് സാരം. മാത്രമല്ല, ശത്രുവിന്റെ റഡാറുകൾ ഇത് വരുന്നത് കണ്ടുപിടിച്ച് പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുമ്പോഴേക്കും മിസൈൽ അവരുടെ കപ്പലിന്റെ ഹൃദയം തുളച്ചു കയറി കഴിഞ്ഞിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ ഒരു സവിശേഷത എന്താണെന്ന് അറിയാമോ? ബ്രഹ്മോസിന് സീ സ്കിമ്മിംഗ് വിദ്യ ഉണ്ട്. ആകാശത്ത് ഉയർന്നു പറന്നാൽ ശത്രുവിന്റെ റഡാർ ക്യാമറകളിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുകയും, എന്നാൽ ബ്രഹ്മോസ് കടൽ വെള്ളത്തിന് തൊട്ടു മുകളിലൂടെ വെറും 10 മീറ്റർ മാത്രം ഉയരത്തിൽ തിരമാലകളെ തൊട്ടു തലോടി റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് അതിവേഗം പാഞ്ഞു പോവുകയും ചെയ്യും. കപ്പലിന്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശത്രുവിന് ഇത് കാണാൻ പോലും സാധിക്കുക. അപ്പോഴേക്കും എന്ത് സംഭവിച്ചിരിക്കും? പ്രതിരോധിക്കാൻ പോലും ഒരൊറ്റ വഴി പോലും ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ സവിശേഷത എന്താണെന്ന് അറിയാമോ? ബ്രഹ്മോസിനുള്ളത് മൾട്ടി പ്ലാറ്റ്ഫോം പ്രഹരശേഷിയാണ്. അതായത് കരയിൽ നിന്ന് മാത്രമല്ല,
യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഇനിയിപ്പോൾ അത്യാധുനിക പോർ വിമാനങ്ങളിൽ നിന്ന് പോലും ഒരേപോലെ ശത്രുവിനെ ലക്ഷ്യമിടാൻ ഈ മിസൈലിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ശത്രുവിന് എവിടെ നിന്നാണ് മിസൈൽ ആക്രമണം വരുന്നതെന്ന് മുൻകൂട്ടി ഊഹിക്കാൻ പോലും സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പവർ ഒക്കെ കണ്ടിട്ട് ഫിലിപ്പൈൻസ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അതെ, ഫിലിപ്പീൻ മരീൻ കോർപ്സിന്റെ കൈകളിലേക്ക് ഈ മിസൈൽ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ബാച്ചുകളുടെ ഡെലിവറി ഇതിനോടകം തന്നെ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഫിലിപ്പൈൻസ് ഇതിനെ തങ്ങളുടെ ദേശീയ പ്രതിരോധത്തിന്റെ സുപ്രധാന ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. ലൂസോൺ കടലിടുക്ക് മുതൽ സൗത്ത് ചൈന കടൽ മുഴുവൻ സുരക്ഷിതമായി കവർ ചെയ്യുന്ന ഒരു അഭേദ്യമായ ഇന്ത്യൻ മിസൈൽ മതിൽ അവിടെ ഉയരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 290 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ വരുന്ന ഏത് ചൈനീസ് യുദ്ധക്കപ്പലുകളെയും നിമിഷ നേരം കൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് അയക്കാൻ ഈ മിസൈലുകൾക്ക് അനായാസം സാധിക്കും. ഫിലിപ്പൈൻസിന്റെ സൈനിക താവളത്തിൽ ബ്രഹ്മോസ് വിന്യസിച്ചതോടെ ചൈനയുടെ നാവികസേനയ്ക്ക് ആ സമുദ്ര വഴിയിലൂടെ അടുക്കാൻ പോലും കടുത്ത ഭയമാണ്. എങ്ങനെയുണ്ട് ഇത്? സംഗതി എന്തായാലും ഇപ്പോൾ അച്ചടക്കമുള്ള ഒരു ക്ലീൻ ലോക്കാണിത്. ഇവിടെ ഇന്ത്യ നേടിയെടുത്തത് കേവലം ഒരു കച്ചവട വിജയം മാത്രമല്ല, മറിച്ച് വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ്. പണ്ടത്തെ പോലെ അഴിമതിയും കമ്മീഷനും നിറഞ്ഞ ഇടപാടുകളല്ല ഇത്, മറിച്ച് ഇന്ത്യ തരുന്ന ആയുധവും വാക്കും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കാമെന്ന് ലോക രാജ്യങ്ങളെ കൊണ്ട് പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഫിലിപ്പീൻസ് പ്രതിരോധ അധികൃതർ തന്നെ ലോകത്തോട് പരസ്യമായി തുറന്നു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? തങ്ങൾക്ക് ഇന്ത്യയെ അത്രയധികം വിശ്വാസമാണെന്ന്. അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഭാരതീയർക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണെന്ന്. എന്നാൽ ബ്രഹ്മോസിന്റെ ഈ ചരിത്രപരമായ വിജയം ഫിലിപ്പീൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ഇതിന്റെ വിജയഗാഥ കേട്ട് മറ്റ് നിരവധി രാജ്യങ്ങളുടെ വലിയൊരു നിരയാണ് ഇന്ത്യയുമായി കരാറുകൾക്കായി വരി നിൽക്കുന്നത്. ചൈനയുമായി നിരന്തരം സമുദ്ര തർക്കങ്ങളുള്ള വിയറ്റ്നാം ബ്രഹ്മോസ് സ്വന്തമാക്കാനുള്ള നിർണായക കരാറുകൾ ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. തന്ത്രപരമായ പ്രതിരോധ ചർച്ചകളിലൂടെ ഈ സൂപ്പർസോണിക് മിസൈൽ സ്വന്തമാക്കാൻ അവരും ഇന്ത്യയുടെ കൈകോർത്തിരിക്കുന്നു. സമുദ്രമാർഗമുള്ള ആക്രമണ ഭീഷണികൾ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ബ്രഹ്മോസ് വേണമെന്നാവശ്യപ്പെട്ട അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് UAE ഇന്ത്യയുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. തീർന്നില്ല. മലേഷ്യ, സിംഗപ്പൂർ, ബ്രസീൽ തുടങ്ങി 10ഓളം രാജ്യങ്ങളാണ് ഇന്ന് ഈ ഇന്ത്യൻ ആയുധത്തിനായി ക്യൂ നിൽക്കുന്നത്. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. ഇതിലും വലിയൊരു വിപ്ലവകരമായ സർപ്രൈസ് ആണ് ഇന്ത്യ ഇതിനകം അണിയറയിൽ ഒരുക്കുന്നത്. അതാണ് ബ്രഹ്മോസ് NG. ഇതൊരു തികഞ്ഞ ഗെയിം ചേഞ്ചർ ആണ്. എന്താണെന്നല്ലേ, നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ പകുതി മാത്രം ഭാരമേ ഈ പുതിയ പതിപ്പിനുള്ളൂ. ഭാരം കുറഞ്ഞു എന്ന് കരുതി പവർ കുറഞ്ഞെന്ന് ആരും കരുതരുത്, മറിച്ച് ഇതിന്റെ സാങ്കേതിക വിദ്യയും പ്രഹരശേഷിയും അടുത്ത ലെവലാണെന്ന് തന്നെ പറയാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വന്തം കൊച്ചു യുദ്ധവിമാനമായ തേജസ്സിൽ വരെ ഈ മിസൈൽ ഘടിപ്പിക്കാമെന്നതാണത്. പണ്ട് വലിയ യുദ്ധവിമാനങ്ങൾ മാത്രമാണ് ഇത്തരം ആയുധങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇനി നമ്മുടെ സ്വന്തം തേജസ് പോലുള്ള ചെറു വിമാനങ്ങളിൽ പോലും ഈ മാരകായുധം വെച്ച് ആകാശത്ത് നിന്ന് നേരിട്ട് ശത്രുവിന്റെ മേൽ ഇടുത്തി പോലെ പാഞ്ഞെത്താൻ സാധിക്കും. ആലോചിച്ച് നോക്കിക്കേ, വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രഹരശേഷിയിൽ ഒട്ടും കുറവില്ലാത്ത ഈ പുതിയ ബ്രഹ്മോസ് NG കൂടി കളത്തിലിറങ്ങുന്നതോടെ ലോക രാജ്യങ്ങളെല്ലാം ഇത് വാങ്ങാൻ വീണ്ടും ക്യൂ നിൽക്കും. അതെ, ബ്രഹ്മോസിന്റെ ആഗോള മാർക്കറ്റും നമ്മുടെ ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തും ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര വലിയ ഉയരത്തിലേക്ക് കുതിച്ചുയരുകയാണ്. ഇന്ത്യയുടെ ഈ വിപ്ലവകരമായ കുതിപ്പിനെ കുറിച്ചും പ്രതിരോധ രംഗത്തെ ഈ വലിയ മാറ്റത്തെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.